أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فوجد عبدا من عبادنا آتيناه رحمة من عندنا وعلمناه من لدنا علما. صدق الله مولانا العظيم. قال الخضر يا موسى إني على علم من علم الله إنك على علم من علم الله علمكه الله لا أعلمه وإني على علم من علم الله علمنيه الله لا تعلمه. صدق رسوله الأمين. قلوب العارفين لها عيون ترى ما لا يراه الناظرون وأجنحة تطير بغير ريش إلى ملكوت رب العالمين. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ ആര്? അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കൾ ആര്? സാധാരണ മനുഷ്യരിൽ നിന്ന് ഭിന്നമായി വ്യത്യസ്തമായി അവർക്കുള്ള പ്രത്യേകതകളും പ്രാധാന്യങ്ങളും മഹത്വങ്ങളും ഒക്കെ എന്ത്? അംബിയ ഔലിയാഇൻ്റെ കാര്യത്തിൽ നമുക്കുണ്ടാകേണ്ടുന്ന വിശ്വാസം എങ്ങനെ, ഏത് രൂപത്തിൽ എന്നിത്യാദി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പരിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണു നാം. ആമുഖമായി തന്നെ സൂചിപ്പിക്കട്ടെ സഹോദരന്മാരെ, ഈ വിഷയം ടൈം പാസിന് വേണ്ടി ഇവിടെ നിന്ന് പറയുന്നതല്ല ഈ വിനീതൻ. വേറെ ഒരു വിഷയമില്ലാത്തത് കൊണ്ട് നേരം പോക്കിന് നിങ്ങളെ കേൾപ്പിക്കാൻ പറയുന്ന രാക്കഥകളല്ല ഇത്. ആരെയെങ്കിലും ഗണ്ണിക്കാനോ എതിർക്കാനോ താറടിക്കാനോ വേണ്ടി പ്രസംഗിക്കുന്ന പ്രസംഗവും അല്ല. പിന്നെന്താണ് ഈ പറയുന്നത്? നമ്മുടെ വിശ്വാസം ശരിപ്പെടാൻ വേണ്ട അറിവുകൾ 5, 6, 11 കാര്യങ്ങളാണ് നമ്മുടെ അടിസ്ഥാനം. 5 ഇസ്ലാം കാര്യങ്ങളും 6 ഈമാൻ കാര്യങ്ങളും. ഈ 11 കാര്യങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അംബിയാ മുർസലുകളിലുള്ള വിശ്വാസം. മദ്രസാ വിദ്യാർത്ഥികളായിരിക്കുന്ന കാലത്ത് ഓത്തുപള്ളിയിൽ മൊല്ലാക്കയുടെ മുന്നിൽ പഠിക്കാൻ പോയ കാലത്ത് കേട്ടിട്ടുണ്ട് അംബിയാ മുർസലുകളെ കൊണ്ട് വിശ്വസിക്കണമെന്ന്. ഇത് കേവലം ഒരു പാട്ട് പാടുന്നത് പോലെ ഉരുവിട്ട് പോകേണ്ട കാര്യമല്ല, വിശ്വാസകാര്യമാണ്. അംബിയാ മുർസലുകളെ കൊണ്ട് വിശ്വസിക്കുക എന്നൊരു ഒഴുക്കൻ മട്ടിൽ നാവുകൊണ്ട് മൊഴിഞ്ഞു പോകാൻ പറ്റൂല. എങ്ങനെ വിശ്വസിക്കണം, ഏതു രൂപത്തിൽ വിശ്വസിക്കണം, അവരാരാണെന്ന് വിശ്വസിക്കണം, അവരും നമ്മളും തമ്മിൽ എങ്ങനെയാണ് ലിങ്ക്, ബന്ധം എങ്ങനെയെന്ന് നാം അറിഞ്ഞിരിക്കണം. എങ്കിലാണ് നമ്മുടെ ഈമാൻ ശരിയാവുക. സഹോദരന്മാരെ, ഈമാൻ ക്ലിയറാകാൻ, നമ്മുടെ ഇസ്ലാം ശരിയാകാൻ വേണ്ട മർമ്മപ്രധാനമായ കാര്യമാത്ര പ്രസക്തമായ വിഷയങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടെ ഇരു ചെവികളും കൂർപ്പിച്ച് മനസ്സ് തുറന്നു വേണം ഇത് കേൾക്കാൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആദ്യമായി തന്നെ ഒരു പൊതുവായ ഒരു സത്യം, ഒരു പൊതുവായ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ. അതെന്താണ്? മഹാന്മാരായ അമ്പിയാക്കളെയും ഔലിയാക്കളെയും സാധാരണ മനുഷ്യബുദ്ധി കൊണ്ട് വിലയിരുത്താൻ ആവില്ല.
അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ചില വാക്കുകളും പ്രവർത്തനങ്ങളും നമ്മുടെ സാധാരണ ബുദ്ധി കൊണ്ട് വിശകലനം ചെയ്യാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? അമ്പിയ ഔലിയാ മുഅ്ജിസത്ത് കൊണ്ടും കറാമത്ത് കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. മുഅ്ജിസത്തും അതിൻ്റെ അനന്തരാവകാശമായ കറാമത്തും കൊണ്ടുവന്നവരാണ്. ഈ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യന്റെ ബുദ്ധിക്ക് പിടികിട്ടാത്തത്, മനുഷ്യന്റെ കഴിവിനും ഭാവനയ്ക്കും ശക്തിക്കും അതീതമായ കാര്യമാണ് മുഅ്ജിസത്ത്. മുഅ്ജിസത്ത് എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് എന്താ? അത് അജ്സിൽ നിന്ന് വന്നതാണ്. അശക്തത, കഴിവില്ലായ്മ. ജിന്നിനെയും ഇൻസിനെയും അതിദാരുണമായി പരാജയപ്പെടുത്തുന്ന ശക്തി, അതാണ് മുഅ്ജിസത്ത്. മനുഷ്യന്റെ കഴിവിനതീതമായ, അവന്റെ ബുദ്ധിക്ക് പിടികിട്ടാത്ത കാര്യമായ അത്ഭുത സിദ്ധിയുടെ പേരാണ് മുഅ്ജിസത്ത്. മനുഷ്യൻ ആ കാര്യത്തിൽ അശക്തനായിരിക്കും. മനുഷ്യന്റെ പരിമിതമായ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങളാണ് മുഅ്ജിസത്ത്. അതുകൊണ്ട് തന്നെ മുഅ്ജിസത്ത് നമ്മുടെ ബുദ്ധി കൊണ്ട് വിശകലനം ചെയ്താൽ അവിടെ പരാജയമായിരിക്കും. മാത്രമല്ല, അംബിയാ ഔലിയാ അല്ലാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ വെളിച്ചത്തിൽ ജീവിക്കുന്നവരാണ്, നമ്മളെപ്പോലെയല്ല. അഫമൻ ശറഹല്ലാഹു സ്വദ്റഹു ലിൽ ഇസ്ലാം ഫഹുവ അലാ നൂരിൻ മിർ റബ്ബി. സൂറത്ത് ഗാഫിർ. ഏതൊരാളുടെ ഹൃദയം, മനസ്സ് അല്ലാഹു ഇസ്ലാമിനെ വേണ്ടി വിശാലമാക്കിയെങ്കിൽ, ഏതൊരാളുടെ നെഞ്ചകം ഇസ്ലാമിന് വേണ്ടി അല്ലാഹു വ്യാപ്തി കൂട്ടിയെങ്കിൽ, ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി, ആ വിഭാഗം റബ്ബിങ്കൽ നിന്നുള്ള പ്രത്യേക വെളിച്ചത്തിൽ ജീവിക്കുന്നവരാണ്. ഇങ്ങനെയുള്ള മുഅ്ജിസത്തുള്ള, കറാമത്തുള്ള, അല്ലാഹുവിങ്കൽ നിന്നുള്ള പ്രത്യേക വെളിച്ചം കൊണ്ട് ജീവിക്കുന്നവർ, അവർ അദൃശ്യ കാര്യങ്ങൾ അറിയുന്നവരാണ്. അവർ മറ്റുള്ളവരുടെ മനസ്സിനകത്ത് ഒളിപ്പിച്ചു വെച്ച രഹസ്യം കാണുന്നവരും അറിയുന്നവരുമാണ്. മഹാന്മാരായ ഈ ഇഷ്ടദാസന്മാർ ആകാശഭൂമികളിലെ അതിനിഗൂഢ രഹസ്യങ്ങൾ കാണുന്നവരും അറിയുന്നവരുമാണ്. എന്തിനധികം നിന്ന നിൽപ്പാലെ അദൃശ്യലോകത്തുള്ള സ്വർഗനരകങ്ങൾ പോലും കാണുന്നവരാണ്. സ്വർഗനരകങ്ങൾ ഒരു മോഡേൺ സയൻസിനും ഇന്നോളം കണ്ടെത്താനായിട്ടില്ലല്ലോ. സൗരയൂഥങ്ങൾ, അണ്ഡകടാഹങ്ങൾ, വാൽനക്ഷത്രങ്ങൾ, അദൃശ്യലോകം, പ്രപഞ്ചത്തിലുള്ള പ്രതിഭാസങ്ങളൊക്കെ ശാസ്ത്രജ്ഞന്മാർ വിശകലനം ചെയ്യുകയും നോക്കിക്കാണുകയും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്ന ഇക്കാലത്ത് ഇന്നോളം സ്വർഗനരകങ്ങൾ കണ്ടെത്താൻ അവർക്കായിട്ടില്ല. നിന്ന നിൽപ്പാൽ ഈ പ്രപഞ്ചത്തിലെ രഹസ്യങ്ങൾ കാണുന്നു മാത്രമല്ല, സ്വർഗനരകങ്ങൾ പോലും കാണും. എവിടെയത്? സ്വഹീഹുൽ ബുഖാരിയിലതാ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുഭവം സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കുന്നതു കാണാം. മദീനയിൽ ഒരു വേള സൂര്യഗ്രഹണമുണ്ടായി. സൂര്യഗ്രഹണം ഉണ്ടായി. ഗ്രഹണം ഉണ്ടായ എന്താ ചെയ്യേണ്ടത്? മുസ്ലിമീങ്ങൾ നിസ്കരിക്കണം. അത് സുന്നത്താണ്, ഗ്രഹണ നിസ്കാരം. നമ്മളൊക്കെ പലപ്പോഴും അപൂർവമായിട്ടാണെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടാകും. ഗ്രഹണ നിസ്കാരം ഒരു സ്പെഷ്യൽ നിസ്കാരാണത്. മദീനയിൽ സൂര്യഗ്രഹണം അനുഭവപ്പെട്ടപ്പോ ആരംഭ റസൂലിന്റെ നേതൃത്വത്തിൽ ഗ്രഹണ നമസ്കാരം നടന്നു. നിസ്കാരം കഴിഞ്ഞിട്ട് സ്വഹാബത്തിനെ അഭിമുഖമായി നിന്നുകൊണ്ട് അവരോട് മുത്ത് റസൂലുള്ള പ്രസംഗിക്കുകയാണ്. എന്താ പ്രസംഗിച്ച പ്രസംഗം? ബുഖാരിയിലതാ, മാമിൻ ഷൈഇൻ ലം അകുൻ ഉരീതുഹു ഇല്ലാ വഖദ് റഅയ്തുഹു ഫീ മഖാമി ഹാദാ. എന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തെ, നമ്മൾ ഇപ്പോൾ ഇവിടെ സൂര്യഗ്രഹണ നിസ്കാരം നിർവഹിച്ചു. ഈ നിസ്കാരം കഴിഞ്ഞിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മാ മിൻ ഷൈഇൻ ലം അകുൻ ഉരീതുഹു,
ഞാൻ ഇന്നോളം കണ്ടിട്ടില്ലാത്ത സകലമാന കാര്യങ്ങളും, ഞാൻ ഇന്നോളം അറിഞ്ഞിട്ടില്ലാത്ത സകലമാന കാര്യങ്ങളും ഇല്ലാ വഖദ് റഅയ്തുഹു ഫീ മഖാമി ഹാദാ, നിങ്ങൾക്ക് ഇമാമായി നിസ്കരിച്ച ആ നിസ്കാരത്തിലെ നൃത്തത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് സ്വഹാബത്തേ. എന്ത് കണ്ടിട്ടുണ്ട്? ഞാൻ ഇന്നോളം കാണാത്തതൊക്കെ കണ്ടു. എത്രത്തോളം? ഹത്തൽ ജന്നത വന്നാർ, സ്വർഗവും നരകവും വരെ ഈ നിസ്കാരത്തിലെ നൃത്തത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് സ്വഹാബത്തേ. സ്വർഗം നരകം വരെ കണ്ടു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അല്ലാത്തതൊക്കെ കണ്ടു. ഇതൊരു യുക്തിവാദി ചോദ്യം ചെയ്യാണ്. അതെങ്ങനെ മദീനയിലെ മിഹ്റാബിൽ നിന്ന് എല്ലാം അങ്ങ് കാണുക? ലോകത്തിന്റെ വിവിധ ദിക്കുകളിലുള്ളതെങ്ങനെ മദീനത്തെ പള്ളിയിലെ മിഹ്റാബിൽ നിന്ന് നബി എങ്ങനെ കാണുക? എങ്ങനെയാണ് സ്വർഗവും നരകവും കാണുക? ഏത് രൂപത്തിലാണ് കണ്ടത്? എത്രയാണ് കണ്ടത്? എന്നിത്യാദി യുക്തി ചോദ്യങ്ങൾ ചോദിച്ചാൽ അവന്റെ ഈമാൻ ശരിയാവൂല. മുഅ്മിനീങ്ങൾ എന്താ ചെയ്യാ? എല്ലാത്തിനും കഴിവുള്ള അള്ളാഹു അവന്റെ ആരംഭ റസൂലിന് കാണിച്ചു കൊടുത്തു. റസൂലുള്ള കണ്ടു. ഇതങ്ങട്ട് വിശ്വസിക്കുക, ഇതങ്ങട്ട് വിശ്വസിക്കുക. ഇതാണ് മുഅ്മിൻ. സഹോദരന്മാരെ, പകൽ വെളിച്ചം പോലെ ബോധ്യപ്പെട്ടൊരു കാര്യത്തിൽ വിശ്വാസം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ. ഇന്ന് വെള്ളിയാഴ്ചയാണ്, പകലാണ്, നിങ്ങൾ വിശ്വസിക്കുമെന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ? അവിടെ വിശ്വാസി അവിശ്വാസി ഉണ്ടാവില്ല. ബോധ്യാണത്. ബോധ്യമില്ലാത്ത അന്ധമായ കാര്യത്തിലാണ് വിശ്വാസം. ഖബറിൽ അതുണ്ട്, മഹ്ശറയിൽ ഇതുണ്ട്, സിറാത്ത് പോലെ നമുക്കറിയില്ല, ഒരു പിടിയില്ല. അത് വിശ്വസിക്കുന്നവനാ മുഅ്മിന്. അതുകൊണ്ട് തന്നെ ഇതുപോലെ അള്ളാന്റെ റസൂല് അദൃശ്യ ലോകങ്ങളും സകല അത്ഭുതങ്ങളും നിന്ന നിൽപ്പാൽ കണ്ടു. സ്വർഗ നരകങ്ങൾ പോലും കണ്ടു. ഇത് വിശ്വസിക്കാൻ ഒരാൾക്ക് പറ്റുന്നില്ലെങ്കിൽ അവൻ എത്ര വലിയ തൗഹീദ് പ്രഭാഷകനാണെങ്കിലും, തൗഹീദിന് വേണ്ടി മുറവിളി കൂട്ടി ശബ്ദിക്കുന്ന ആളായാലും ശരി, അയാളെ ഈമാൻ ശരിയായിട്ടില്ല. കാരണം റസൂലിലുള്ള വിശ്വാസം ക്ലിയർ ആയില്ല, അയാളുടെ ഇസ്ലാം പൂർണ്ണമായിട്ടില്ല, അയാളുടെ സൽക്കർമ്മങ്ങൾ സ്വീകാര്യമാവുകയില്ല. അവസാനം കാഫിറായി ചത്തുപോകാനുള്ള സാധ്യത കൂടുതലാണ്. അത്തരക്കാർക്ക് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം എന്താ? ആശയം എന്താ? അംബിയ ഔലിയാക്കൾ നിരുപാധികം എല്ലാ രഹസ്യവും 24 മണിക്കൂറും കാണും എന്നല്ല കേട്ടോ. അങ്ങനെയും ചില പൊട്ടന്മാർ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. എന്ത്? അള്ളാന്റെ നബിമാരും ഔലിയാക്കളും അള്ളാഹ് അറിയുന്നത് പോലെ എല്ലാ രഹസ്യം എപ്പോഴും അറിയും. തെറ്റാണത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ വിശ്വാസം അതല്ല. ചില പ്രത്യേകമായ സന്ദർഭങ്ങളിൽ ആവശ്യാനുസരണം അള്ളാഹു വെളിപ്പെടുത്തി കൊടുക്കും, അപ്പറിയും. അങ്ങനെയാണ് നബിയുല്ലാഹി യഅഖൂബ് അലൈഹിസ്സലാമിനോട് നാട്ടുകാർ വന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അല്ലയോ വന്യ വയോധികരായ പ്രവാചകരെ, അങ്ങകലെ മറ്റൊരു രാജ്യത്ത് കിടക്കുന്ന യൂസുഫിന്റെ മണം പിടിച്ചില്ലേ? കൻആനിൽ നിന്നിട്ട്. എവിടെ ഈ കൻആന്? യൂസുഫ് നബിയുടെ ജന്മനാട്, യഅഖൂബ് നബി അലൈഹിസ്സലാമിന്റെ വീടുള്ള നാടാണ് കൻആൻ. ഇന്ന് കൻആൻ എന്നുള്ള പേരിലല്ല, അത് ഫലസ്തീന്റെ ഒരു ഭാഗമാണ്. പുതിയ ഫലസ്തീന്റെ ഭാഗമാണ് ഏത്? കൻആൻ. ഈ കൻആനിൽ നിന്നിട്ട് ഈജിപ്തില്, മറ്റൊരു രാഷ്ട്രത്തില്, മിസ്രിലുള്ള യൂസുഫ് നബിയുടെ മണം പിടിച്ചു. നിങ്ങൾ ഖുർആനിലുണ്ടല്ലോ, സൂറത്ത് യൂസുഫില്, ഇന്നീ ലഅജിദു റീഹ യൂസുഫ, എനിക്കെന്റെ നഷ്ടപ്പെട്ട മോന് യൂസുഫിന്റെ മണം കിട്ടണല്ലോ, മണമടിക്കുന്നല്ലോ, എൻ്റെ മോന്റെ വാസന കിട്ടുന്നല്ലോ എന്ന് പറയാണ് യാക്കൂബ് നബി അലൈഹി സ്വലാം. എവിടെ ഇരുന്നിട്ട്? ഫലസ്തീന്റെ മണ്ണിൽ ഇരുന്നിട്ട്. എവിടെയുള്ള മോന്റെ? ഈജിപ്തിൽ കിടക്കുന്ന മോന്റെ. എത്രയോ കിലോമീറ്റർ അകലുള്ള മണ. എന്നാൽ ആളുകൾ വന്ന് ചോദിച്ച ചോദ്യം എന്താ അറിയോ? എന്നാൽ സ്വന്തം നാട്ടിലെ കൻആനിലെ കിണറ്റില്, വിളിപ്പാടകലയുള്ള മൂക്കിന് താഴെയുള്ള കൻആനിലെ കിണറ്റില് നിങ്ങളെ മറ്റു മക്കൾ യൂസുഫിനെ തള്ളിയിട്ട് ആ കിണറ്റിൽ കിടക്കുന്ന വിഷയം നിങ്ങൾ അറിഞ്ഞില്ലല്ലോ. വാപ്പാനെ പറ്റിച്ചില്ല അവര്, ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞിട്ട്. ചെന്നായ പിടിച്ചിട്ടില്ല. അപ്പൊ എവിടെ ഉള്ളത്? സ്വന്തം നാട്ടിലെ കിണറിന് ആ താഴെ ഉള്ളത് യൂസുഫ് നബി അലൈഹി സ്വലാം. അത് നിങ്ങൾ അറിഞ്ഞില്ല. ഒരു പിടി നിങ്ങൾക്ക് കിട്ടിയില്ല. നിങ്ങളെ പറ്റിച്ചു മക്കള്, നിങ്ങൾ ആ പറ്റിപ്പിൽ പെട്ടുകയും ചെയ്തു. എന്നാലോ മറ്റൊരു രാഷ്ട്രത്തിലുള്ള യൂസുഫിന്റെ മണം നിങ്ങൾക്ക് കിട്ടി. എന്താ ഇതിന്റെ രഹസ്യം? ഒരു ചോദ്യമല്ലേ അത്? എന്താ ഇതിന്റെ രഹസ്യം?
മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞ മറുപടി, ഞങ്ങൾ അംബിയാ മുർസലുകൾക്ക് നബിമാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതൊരു മിന്നൽ പോലെയാണ്. മിന്നൽ, കൂരിരുട്ടുള്ള രാത്രിയിൽ നമ്മളെ കയ്യിൽ ടോർച്ചില്ല, മൊബൈലില്ല, ഇരുട്ടത്താണ്. ഒരു മിന്നലട വന്നു കഴിഞ്ഞാലോ കുഴി കാണാം, പാലം കാണാം, പാടം കാണാം, പർവ്വതം കാണാം. മിന്നൽ പോയാലോ ഇരുട്ടായി. ഇതുപോലെ മിന്നൽ പിണർ പോലെ പടച്ച തമ്പുരാൻ ചില സന്ദർഭങ്ങളിൽ ഞങ്ങളുടെ മുമ്പാകെ സർവ്വതും തുറന്നു തരും. അപ്പോൾ ഞങ്ങളൊക്കെ കാണും. എന്നാൽ അതില്ലാത്ത സമയത്തോ തൊട്ടു പിറകിലുള്ളത് ആരാന്ന് പോലും ഞങ്ങൾക്കറിയില്ല. ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. ഇപ്പൊ ഇതെന്താ മനസ്സിലാക്കാനുള്ളത്? ആവശ്യാനുസരണം അള്ളാഹു അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും അദൃശ്യ കാര്യങ്ങൾ തുറന്നു കൊടുക്കുമ്പോൾ അറിയും. ഇവിടെ രണ്ട് വിഭാഗമുള്ളത്. ഒരു വിഭാഗം അറിയാം, അമ്പിയ ഔലിയാക്കൾ എപ്പോഴും രഹസ്യം അറിയും, തെറ്റാണത്. വേറൊരു വിഭാഗം അല്ലാഹു മാത്രമേ വൈബറിയൂ, വേറെ ആർക്കും വൈബറിയേയില്ല, അദൃശ്യ ജ്ഞാനം അള്ളാഹ്ക്കല്ലാതെ ഒരു കുട്ടിക്കും കിട്ടിയിട്ടില്ല, കിട്ടൂല. ഈ രണ്ട് കൂട്ടർക്കും വഴിതെറ്റി. മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിച്ച വിഷയങ്ങൾ അദൃശ്യ കാര്യല്ലേ കൂട്ടരെ? പരലോകത്തിന്റെ കാര്യം അദൃശ്യ കാര്യല്ലേ? സ്വർഗ നരക കാര്യം അദൃശ്യ കാര്യല്ലേ? കഴിഞ്ഞുപോയ ഗതകാല സമൂഹത്തിന്റെ ചരിത്രം അക്ഷരാഭ്യാസമില്ലാത്ത, എഴുത്തും വായനയും പഠിക്കാത്ത, ഒരു ചരിത്ര പുസ്തകവും ജീവിതത്തിൽ തുറന്നു നോക്കിയിട്ടില്ലാത്ത, തീർത്തും ഉമ്മിയായ നിരക്ഷരരായ മുസ്തഫായ റസൂല് മുൻഗാമികളുടെ ചരിത്രം പറഞ്ഞത് ഏതടിസ്ഥാനത്തിലാ? ആരെങ്കിലും വന്ന് ക്ലാസ് എടുത്തിട്ടാണോ? ആരെങ്കിലും മെസ്സേജ് മൊബൈലിലേക്ക് അയച്ചു കൊടുത്തിട്ടാണോ? വീഡിയോ കൊടുത്തിട്ടാണോ? അല്ല. എങ്ങനെയാണ് ഈ വിവരങ്ങൾ പറഞ്ഞത്? ذَلِكَ مِنْ أَنْبَاءِ الْغَيْبِ نُوحِيهِ إِلَيْكَ. ആലു ഇംറാൻ സൂറ. ذَلِكَ مِنْ أَنْبَاءِ الْغَيْبِ. നബിയെ, അങ്ങീ പറയുന്ന വാർത്തകളൊക്കെയും അദൃശ്യമായ കാര്യങ്ങളിൽപ്പെട്ടതാണ്, ഗൈബിൽപ്പെട്ട വിവരങ്ങളാണ്, അദൃശ്യജ്ഞാനങ്ങളാണ് നബിയേ. നൂഹിഹി ഇലൈക, അതെവിടുന്ന് തങ്ങൾക്ക് കിട്ടിയത്? നാം തങ്ങളിലേക്ക് വഹി അറിയിച്ചു, തങ്ങൾ അറിഞ്ഞു. എന്നാലോ ഗൈബ്, അദൃശ്യകാര്യങ്ങൾ അള്ളാഹുവിന് മാത്രമേ അറിയൂ, ഒരാൾക്കും അറിയില്ല എന്ന് പറയുന്ന ആൾ ഖുർആനിൽ വിശ്വസിച്ചിട്ടില്ല. അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് ഗൈബ് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞു നിർത്തിയിട്ടില്ല. അടുത്ത ആയത്ത് നോക്കിയാൽ സ്പെഷ്യൽ ആളുകൾക്ക് ഗൈബ് കിട്ടും എന്നും അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ജിന്ന്. എന്താ സൂറത്തുൽ ജിന്നിൽ പറഞ്ഞത്? ആലിമുൽ ഗൈബ് ഫലാ യുൽഹിറു അലാ ഗൈബിഹി അഹദാ. ആലിമുൽ ഗൈബ്, അല്ലാഹു എല്ലാ രഹസ്യങ്ങളും അറിയുന്നവനാണ്, എല്ലാ അദൃശ്യകാര്യങ്ങളും അറിയുന്നവനാണ്. അള്ളാഹ്ക്ക് അദൃശ്യമല്ല കേട്ടോ, നമ്മെ സംബന്ധിച്ചിടത്തോളം അദൃശ്യമായ കാര്യം എല്ലാം അറിയുന്നവനാണ് അല്ലാഹ്. എന്നിട്ടോ ഫലാ യുൽഹിറു അലാ ഗൈബിഹി അഹദാ, അവന്റെ അദൃശ്യകാര്യങ്ങൾ ഒരുത്തനും അള്ളാഹു വെളിപ്പെടുത്തി കൊടുക്കുന്നതല്ല. ഖുർആനാണത്. അള്ളാഹു സകല ഗൈബും അറിയുന്നവനാണ്. ഫലാ യുൽഹിറു അലാ ഗൈബിഹി അഹദ, അവൻ അദൃശ്യകാര്യങ്ങൾ ഒരാൾക്കും വെളിപ്പെടുത്തി കൊടുക്കുന്നതല്ല. ഇത്രയും ഓതി പ്രസംഗിച്ചിട്ട് മൗലവി പെട്ടിങ് കിതാബ് അടച്ചിട്ടാണ് വീട്ടിൽ പോകും. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അവിടെ നിർത്താൻ പാടില്ല, അടുത്ത ആയത്തും കൂടി നോക്കണം. ഖുർആനിൽ ഏതെങ്കിലും ആയത്തെടുത്തിട്ട് വിവരം തീരുമാനിക്കാൻ പറ്റുമോ? പറ്റൂല. അടുത്ത ആയത്ത് എന്താ? ഇല്ലാ മനിർതളാ മിർ റസൂൽ, അല്ലാഹു തൃപ്തിപ്പെട്ട ദൂതന്മാർക്കൊഴികെ അവർക്ക് വെളിപ്പെടുത്തുന്നു. അല്ലാഹു ഗൈബൊക്കെ അറിയുന്നവനാണ്, അദൃശ്യ കാര്യങ്ങളൊക്കെ അറിയുന്നവനാണ്. ആ അദൃശ്യം ഒരാൾക്കും വെളിപ്പെടുത്തി കൊടുക്കുകയില്ല. ഇല്ലാ മനിർതളാ മിർ റസൂൽ, അവൻ ഇഷ്ടപ്പെട്ട ദൂതന്മാർക്കൊഴികെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നായി പറയണേ. ഇത്രയൊക്കെ ഖുർആൻ പച്ചക്ക് പറഞ്ഞു തന്നിട്ടും ഗൈബറിയില്ല, നബിമാർക്ക് ഒരിക്കലും ഗൈബറിയില്ല എന്ന് പറഞ്ഞ അവൻ പച്ച കാഫിറ. താടി എത്ര നീട്ടണ്ടായിട്ടും കാര്യമില്ല, അവൻ പച്ച കാഫിറ. ഖുർആനിൽ വിശ്വസിച്ചില്ലെങ്കിൽ കാഫിർ അല്ലേ? അല്ലേ കൂട്ടരെ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ചിന്തിക്കണം. ഞാൻ ഈ പറഞ്ഞ പോയിന്റ് എന്താണെന്നറിയോ? അംബിയാ ഔലിയാഇനെ നമ്മുടെ ഈ മനുഷ്യ ബുദ്ധി വെച്ച് അളക്കാൻ പറ്റൂല. അളന്നാൽ അത് പരാജയമാകും. അങ്ങനെ തന്നെ ഇതാണ് ഷെയ്ഖ് ജീലാനി റഹിമഹുല്ലയെ കുറിച്ച് മഹാനായ കവി ഖാലി മുഹമ്മദ് എന്നവർ പറഞ്ഞത്. മറുകരയില്ല കടല് ഞാൻ എന്നോവർ
മനുഷ്യനറിയാത്ത വസ്തു ഞാൻ എന്നോവർന്ന്. മറുകരയില്ല കടൽ എന്ന് പറഞ്ഞാൽ കടൽ തീരത്ത് പോയി നിൽക്കുന്ന നമ്മൾ എന്താ കണ്ടത്? പാരാവാരമായ അനന്തസാഗരം ഇങ്ങനെ കണ്ണെത്താ ദൂരത്തേക്ക് നോക്കാം. അതിൻ്റെ അടിത്തട്ടിലുള്ള അത്ഭുത ജന്തുലോകത്തെക്കുറിച്ചോ മുത്തുപവിഴങ്ങളെക്കുറിച്ചോ അതിലെ രഹസ്യങ്ങളെക്കുറിച്ചോ ഈ കരയിൽ ചെന്ന് നിൽക്കുന്ന ആൾക്കൊന്നും അറിയില്ലല്ലോ. ഇതുപോലെയാണ് ഞാന്. മനുഷ്യൻ അറിയാത്ത വസ്തു ഞാൻ എന്നോവർ. മനുഷ്യൻ ഇന്നെ അറിയില്ല, മനുഷ്യൻ ഇന്നെ തിരിഞ്ഞിട്ടില്ല, അങ്ങനത്തെ വസ്തുവാണ് ഞാൻ. അപ്പൊ വിമർശകർ ചോദിക്കാണ്, ഇതെന്ത് കോത്താമ്പിയ ഉസ്താദെ? അള്ളാന്റെ റസൂല് സാധാരണ മനുഷ്യനായിട്ട് ജനിച്ചു, സാധാരണ മനുഷ്യനായിട്ട് ജീവിച്ചു, സാധാരണ മനുഷ്യനായിട്ട് മരിച്ചു. സ്വഹാബത്തിനൊക്കെ അള്ളാന്റെ റസൂലിനെ മനസ്സിലായി. ഇത് ഈ മുഈദ്ദീൻ ശൈഖ് എന്താ മനുഷ്യന് തിരിയാത്തൊരു കോത്താമ്പി? ഇതൊക്കെ ദീനാണോ? ഇത് ഖുറാഫാത്താണ്, ഇത് ശീഈസമാൻ. മാണിക്കല്ലേ, അങ്ങനെയൊന്നും പറയല്ലേ. അള്ളാന്റെ റസൂല് സാധാരണ മനുഷ്യനായി ജനിച്ചു അല്ല, സാധാരണ മനുഷ്യനായിട്ട് ജീവിച്ചു, പൊട്ടത്തെറ്റ്. സാധാരണ മനുഷ്യനായിട്ട് മരിച്ചു, അതിലും വലിയ ഗുരുതരമായ തെറ്റ്. ആരംഭപ്പൂവ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം അസാധാരണ ജനനമാണ്. ജീവിതം അസാധാരണ ജീവിതമാണ്. അവിടത്തെ തിരുവഫാത്ത് അസാധാരണ സംഭവമാണ്. ആ ജനനത്തിൽ എത്ര അത്ഭുതം ഉണ്ടായി! ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജനനത്തിൽ എത്ര അത്ഭുതം ഉണ്ടായി? ഖുർആൻ പറഞ്ഞില്ലേ? ഇല്ലേ? അള്ളാന്റെ റസൂലിന്റെ ജനനത്തിൽ അത്ഭുതം ഉണ്ടായത് പ്രമാണങ്ങൾ നോക്ക്. ജീവിതം അത്ഭുതകരമാണ്, സാധാരണ ജീവിതമല്ല. വഫാത്ത് നമ്മളോട് ആരെങ്കിലും ഇസ്രായേൽ അലൈഹി ഇസ്ലാം എന്നിട്ട് ചോദിച്ചു, അല്ല പോരിനുണ്ടോ അതവിടെ നിൽക്കുകയാണോ ചോദിക്കുവോ? ചോദിക്കോ കൂട്ടരെ? അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ മലക്കുൽ മൗത്ത് വന്ന് ചോദിച്ചില്ലേ, അങ്ങേക്ക് വേണമെങ്കിൽ അള്ളാന്റെ ഹളറത്തിലേക്ക് മരിച്ചു പോരാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ തങ്ങാം റസൂലെ, അങ്ങ് എന്ത് സെലക്ട് ചെയ്യുന്നു? അള്ളാഹു ആ തീരുമാനം കിട്ടാൻ എന്നെ അയച്ചതാണെന്ന് സ്വഹീഹായ ഹദീസിൽ. അതാ സാധാരണ മരണാണ് പോലും. മാത്രല്ല സ്വഹാബത്തിന് എല്ലാ അർത്ഥത്തിലും നബി തങ്ങളെ പിടികിട്ടിയിട്ടില്ല. ഇല്ല, മനുഷ്യനറിയാത്ത വസ്തു ഞാൻ എന്നോവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തിനോട് പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്, നിങ്ങൾക്ക് എന്നെ പിടികിട്ടൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിടികിട്ടേണ്ട അളവിലൊക്കെ ഞാൻ പിടികിട്ടിത്തരും, പഠിപ്പിച്ചു തരുമോ നിങ്ങൾ പഠിക്കുക. അതിനപ്പുറത്ത് എന്നെ കുറിച്ച് നിങ്ങൾക്ക് പിടികിട്ടൂല. സ്വഹീഹുൽ ബുഖാരി. ഏതാ ഹദീസ്? നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനിൽ വിസ്വാലി. വിസ്വാല് നോമ്പ് നബി തങ്ങൾ വിലക്കി നിരോധിച്ചു. എന്താ വിസ്വാല് നോമ്പ്? ചേർത്തി നോമ്പ്, ചേർത്ത് പിടിച്ച നോമ്പ്. അതെന്താ? നമ്മുടെ നോമ്പ് എന്ന് പറഞ്ഞാൽ പകല് മാത്രമുള്ള നോമ്പാണ്. സുബഹി വാങ്ക് മുതൽ മഗ്രിബ് വരെയുള്ള നോമ്പാണ് നമ്മുടെ നോമ്പ്. അങ്ങനെ മഗ്രിബ് വാങ്ക് വിളിക്കുമ്പോൾ നോമ്പ് തുറക്കാതെ മുറിക്കാതെ ചേർത്ത് പിടിക്ക. രാത്രി ഡേ നൈറ്റ് നോമ്പ്, രാപ്പകലുകൾ നോമ്പ്. അങ്ങനെ 1, 2, 3 ദിവസം നേരെ കണ്ടിന്യൂ ആയിട്ട് നോമ്പ് പിടിക്കുന്നതിന്റെ പേരാണ് വിസ്വാൽ, ചേർത്ത് പിടിക്കുന്ന നോമ്പ്. ഇത് സ്വഹാബാക്കളിൽ ചിലർ പിടിച്ചു, അവർ ക്ഷീണിച്ചു തളർന്ന് വീണുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മത്തേ നിങ്ങൾ ക്ലേശിക്കരുതേ, ആരോഗ്യത്തിന് ഹാനി വരുത്തരുതേ, അത് അള്ളാഹ്ക്ക് ഇഷ്ടല്ല. അതുകൊണ്ട് നിങ്ങളാരും ചേർത്ത് നോമ്പ് പിടിക്കരുതേ, പകൽ മാത്രം ഉപവസിച്ചാൽ മതി എന്ന് സ്വഹാബത്തിനോട് നബി പറഞ്ഞപ്പോ ഫഖാലു, സ്വഹാബത്ത് തിരിച്ചൊരു ചോദ്യം, ഇന്നക തുവാസിലു യാ റസൂലല്ലാഹ്, നബിയെ അങ്ങ് ചേർത്ത് നോമ്പ് പിടിക്കുന്നത് ഞങ്ങൾക്കറിയാലോ. മഗ്രിബ് വാങ്ക് വിളിച്ചാൽ നോമ്പ് തുറക്കാതെ രാത്രി മുഴുവൻ ചേർത്ത് നോമ്പ് പിടിക്കുന്നത് ഞങ്ങൾക്കറിയാലോ. തങ്ങൾക്ക് പിടിക്കാമെന്നും ഞങ്ങൾക്ക് പറ്റൂലെന്നോ? തങ്ങൾ അങ്ങനെ ദിവസങ്ങൾ നോമ്പ് പിടിക്കുന്നതായിട്ട് വിവരം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ഞങ്ങളോട് പാടില്ല എന്ന് പറഞ്ഞ് തങ്ങൾ എന്തിനങ്ങനെ പിടിക്കണേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ സഹാബാക്കളോട് നബി തങ്ങൾ പറഞ്ഞ മറുപടി, ഇന്നി ലസ്തു കഹൈഅതികും വ ഇന്നി ലസ്തു കഅഹദിൻ മിൻകും ഇന്നി ഉത്അമു വ ഉസ്ഖാ, റവാഹുൽ ബുഖാരി. എന്താ നബി പറഞ്ഞത്? ഞാൻ നിങ്ങളുടെ ഘടനയിലുള്ള ആളല്ല കൂട്ടരെ. ഇന്നി തീർച്ചയായിട്ടും ഞാൻ, ലസ്തു ഹക്ക ഹൈഅതികും നിങ്ങളുടെ ഘടനയിലുള്ള ആ മനുഷ്യനല്ല ഞാൻ. വ ഇന്നി ലസ്തു കഅഹദിൻ മിൻകും നിങ്ങളിൽ ഒരാളെ പോലെയുമല്ല ഞാൻ. എന്നെപ്പോലെ ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലേ ഇല്ല. മനുഷ്യനറിയാത്ത വസ്തു ഞാൻ എന്നോവർ. കാരണം എന്താ? ഇന്നി ഉത്അമു വ ഉസ്ഖാ,
ഞാന് വായിലൂടെ ഫുഡ് കഴിച്ചില്ലെങ്കിലും വായിലൂടെ വെള്ളം പാനം ചെയ്തില്ലെങ്കിലും ഇലാഹിയായ ഭാഗത്തുകൂടെ ദൈവികമായ ഭാഗത്തിലൂടെ എനിക്ക് അന്നപാനീയങ്ങൾ ലഭ്യമായി കൊണ്ടിരിക്കുകയാണ്. എന്റെ ആമാശയത്തിലേക്കും കുടലുകളിലേക്കും എന്റെ ശരീരഭാഗങ്ങളിലേക്കും വേണ്ട എനർജി റബ്ബാനിയായ സ്റ്റോർ റൂമിൽ നിന്ന് നിങ്ങൾ കാണാത്ത അറിയാത്ത വിധത്തിൽ സപ്ലൈ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തിന്നണ്ട കുടിക്കണ്ട, നിങ്ങളെപ്പോലെയല്ല ഞാൻ നിങ്ങളെ മാതിരിയുള്ള മനുഷ്യനല്ല. ആലോചിച്ച് നോക്കൂ, എന്താ ഇതിന് കുഴപ്പം? മഹാന്മാരായ അംബിയാ ഉലിയാ അവരുടെ ജീവിതം പ്രത്യേക ജീവിതമാണ്. അവസ്ഥകൾ പലതും പ്രത്യേക അവസ്ഥയിലാണ്. അവരുടെ അറിവും പല അറിവാൻ. അവരുടെ അറിവ് 2 തരം അറിവുണ്ട്. അംബിയാ ഇതൊക്കെ ഒന്ന് പഠിച്ചോട്ടോ. ഈമാൻ ശരിയായി മൗത്താകണ്ടേ, ഈമാൻ ക്ലിയർ ആയിട്ട് മരിച്ചു പോകണ്ടേ പൊന്നാര മുഅ്മിനീങ്ങളെ, വേണ്ടേ? അതിന് അള്ളാഹുവിൽ മാത്രം വിശ്വസിച്ചാൽ പോരാ, പ്രവാചകന്മാരിലും വിശ്വസിക്കണം. ആ നബിമാരുമായിട്ടുള്ള നമ്മുടെ ബന്ധമൊക്കെ അറിഞ്ഞിരിക്കണം, എന്നാലത് ക്ലിയർ ആവുള്ളൂ. അംബിയാ ഉലിയാന്റെ അറിവ് 2 തരമാണ്. ഒരറിവ് പരസ്യമാക്കാൻ പറ്റുന്ന അറിവ്, പ്രബോധനം ചെയ്യാൻ പറ്റുന്ന അറിവ്, തബ്ലീഗിന് പറ്റുന്ന അറിവ്, എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന അറിവ്, പ്രസംഗിക്കാനും എഴുതാനും പറ്റുന്ന അറിവ്. വേറൊരറിവുണ്ട്, 2ാമത്തെ അറിവ്. അതെന്താണ്? സിറാണ്, രഹസ്യജ്ഞാനമാണ്, ആരോടും പറയാൻ പാടില്ല. അത് സ്പെഷ്യൽ ആളുകൾക്ക് മാത്രം അള്ളാഹു കൊടുക്കുന്നതാണ്. സ്പെഷ്യൽ ആളുകളോട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇങ്ങനൊരു സീക്രട്ട് അറിവുണ്ട്. ഇതെവിടെയുള്ളത് മുസ്ലിയാരെ? ബുഖാരിയിലതാ. ഖുർആനും ബുഖാരിയും മതി, ഞാൻ ചുമ്മാ അടിച്ചു വിട്ടതല്ല. ഇത് 2ഉം മതി ഇപ്പൊ നമുക്ക്. ബുഖാരിയിലതാ. മഹാനായ പ്രമുഖ സ്വഹാബി വര്യൻ, ഒരുപാട് ഹദീസ് മുസ്ലിം ലോകത്തിന് പരിചയപ്പെടുത്തി തന്ന സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത് സ്വഹീഹുൽ ബുഖാരിയിലതാ. ഹഫിൽതു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിആഇൻ, എൻ്റെ ആരംഭപ്പൂവായ നേതാവ് അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് 2 പാത്രത്തിൽ നിന്ന് ഇൽമ് ഞാൻ മനഃപ്പാടമാക്കി. ഒരു പാത്രത്തിൽ നിന്നല്ല തന്നത്, 2 പാത്രത്തിൽ നിന്ന് അറിവ് തന്നു അള്ളാഹിൻ്റെ റസൂല്. വിയാഐനി എന്ന് പറഞ്ഞ 2 പാത്രം. 2 പാത്രത്തിൽ നിന്ന് അള്ളാഹിന്റെ റസൂൽ എനിക്ക് ഇൽമ് പകർന്നു തന്നു. ഞാൻ 2 പാത്രത്തിൽ നിന്നും ഹഫിൽതു, മനഃപ്പാഠമാക്കി. ഫഅമ്മാ അഹദുഹുമാ, ഒരു പാത്രത്തിൽ നിന്ന് നബി തങ്ങൾ പകർന്നു തന്നത്, ഫബസസ്തുഹു, ഞാനത് പബ്ലിസിറ്റി ചെയ്തു, ഞാനത് മാലോകരോട് പറഞ്ഞു, ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അത് ശരീഅത്തിന്റെ നിയമങ്ങളാണ്, ദീനിന്റെ വിഷയങ്ങളാണ്, പുണ്യകർമ്മങ്ങളാണ്. അതൊക്കെ ജനങ്ങൾ എല്ലാവരും അറിയേണ്ടതാണ്, എല്ലാവർക്കും പറഞ്ഞെടുത്തു. ഫഅമ്മൽ ആഖർ, മറ്റൊരു പാത്രത്തിൽ നിന്ന് സ്പെഷ്യലായി എനിക്ക് പകർന്നു തന്ന അറിവുണ്ടല്ലോ, ഫലോ ബസസ്തുഹു, ഞാനെങ്ങാനും അത് തുറന്നു പറഞ്ഞാൽ, ഖുതിയ ഹാദൽ ബുൽഉം, ഈ അബൂ ഹുറൈറയുടെ ഉടലിൽ തല നിൽക്കൂല, എന്റെ തല വെട്ടപ്പെടും, എന്നെ കൊല്ലും ആൾക്കാർ. ഇത് എവിടുന്ന് കിട്ടിയ അറിവാ? ദജ്ജാലിന്റെ അടുത്ത് കിട്ടിയ അറിവല്ല, ഇബ്ലീസിന്റെ അടുത്ത് കിട്ടിയ അറിവല്ല, അള്ളാന്റെ റസൂല് തന്നെ പഠിപ്പിച്ച് തന്ന സ്വകാര്യമായ അറിവ്. അത് ഞാൻ പഠിച്ചിട്ടുണ്ട് വേറൊരു പാത്രത്തിൽ നിന്ന്. അതെങ്ങാനും ഞാൻ നാട്ടുകാരോട് പറഞ്ഞാൽ, ഖുതിയ ഹാദൽ ബുൽഉം, എന്റെ ഈ ജീവനാടി അറക്കപ്പെടും, ഉടലിൽ നിന്ന് എന്റെ തല തെറിക്കും, ഞാൻ വധിക്കപ്പെടും എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അപ്പൊ അങ്ങനെ ഒരു അറിവുണ്ട്, നിഷേധിക്കാൻ പറ്റൂല. അതൊക്കെ പ്രമാണാണ്. എന്തിനാ ഇപ്പൊ ബുഖാരിക്ക് വന്ന് ഖുർആനിലില്ലേ? അള്ളാഹിന്റെ ഇഷ്ടദാസന്മാർക്ക് അള്ളാഹു സ്പെഷ്യലായി ചില അറിവ് കൊടുക്കും. ആ സ്പെഷ്യലായിട്ടുള്ള അറിവ് വായിച്ച് കിട്ടുന്നതല്ല, പഠിച്ച് കിട്ടുന്നതല്ല, വഴല് കേട്ട് കിട്ടുന്നതല്ല, മെസ്സേജ് വായിച്ചിട്ട് കിട്ടുന്നതല്ല, മനനം ചെയ്തും ചിന്തിച്ചും കിട്ടുന്നതല്ല. പിന്നെ എങ്ങനെ കിട്ടുന്നത്? അള്ളാഹ് കൽബിൽ അങ്ങോട്ട് ഇട്ടുകൊടുക്കുക. അള്ളാഹുവിൻ്റെ ലോകത്ത് നിന്ന് അള്ളാഹ് മെസ്സേജ് അയക്കുക, കൽബ് എന്ന ഇൻബോക്സിലേക്ക് അങ്ങോട്ട് മെസ്സേജ് അയക്കുക. ഇതിൻ്റെ പേര് ലദുന്നിയായ ഇൽമ് എന്നാ. ഖുർആന്റെ ഭാഷയിൽ ഈ ഇൽമിന്റെ പേരെന്താണ്? ലദുന്നിയായ ഇൽമ്. റബ്ബിങ്കൽ നിന്ന് സ്പെഷ്യലായി വരുന്ന അറിവ്, ലദുന്നിയായ ഇൽമ്. ഇങ്ങനൊരു അറിവുണ്ട്. ഈ അറിവ് കിട്ടിയ ആളുകളുടെ വാക്കും പ്രവൃത്തിയും കിട്ടാത്തവർ എതിർക്കും. ലദുന്നിയായ അറിവ് പ്രകാരം സംസാരിക്കുന്നവർ, ജീവിക്കുന്നവർ, അവർ എതിർക്കപ്പെടും, അറിയാത്തവരാൽ എതിർക്കപ്പെടും. അത് മോശക്കാർ മാത്രമല്ല എതിർക്കേ. ഇപ്പൊ മൂസാ നബി അലൈഹി സ്വലാം ചില്ലറക്കാരനാ, ചെറിയ ആളാ.
നബിയാണെന്ന് മാത്രമല്ല, റസൂലാണെന്ന് മാത്രമല്ല, കലീമുള്ളയാണെന്ന് മാത്രമല്ല, ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രഗൽഭ നബിയാണ് കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. എന്നിട്ടോ മൂസാ നബി ഖിളിർ നബിയെ എതിർത്തു. ഖിളിർ നബിക്ക് ലദുന്നിയായ അറിവുണ്ട്, മൂസാ നബിക്ക് വഹിയിലൂടെ കിട്ടിയ അറിവുണ്ട്. ഖിളിർ നബിയെ എതിർത്തു. ആരെതിർത്തു? ഞാനും നിങ്ങളല്ലേ എതിർത്തത്? യുക്തിവാദികളല്ലേ എതിർത്തത്? മൂസാ നബി അലൈഹിസ്സലാം ഖിളിർ നബിയെ എതിർത്ത് ചോദ്യം ചെയ്തു. അതല്ലേ ഇന്ന് ഞാനും നിങ്ങളും ഓതിയ സൂറത്തുൽ കഹ്ഫിലെ പ്രധാനപ്പെട്ട ഒരു പ്രമേയം? കഹ്ഫ് സൂറത്തിന്റെ 60 മുതൽ 82 വരെയുള്ള ഭാഗങ്ങൾ ഇതാണ്. എത്ര ആയത്ത്? 22 ആയത്ത്. ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിലെ 22 ആയത്ത് അള്ളാഹു അവതരിപ്പിച്ചത് എന്തിനാണെന്നറിയോ? ലദുന്നിയായ അറിവ് എന്ന് പറഞ്ഞൊരു അറിവുണ്ട്. അള്ളാഹ് അവന്റെ ഇഷ്ടദാസന്മാർക്ക് കൈമാറുന്ന സീക്രട്ട് അറിവ് പറഞ്ഞൊരു അറിവുണ്ട്. ആ അറിവിനെ അതറിയാത്തവർ ചോദ്യം ചെയ്യും എന്ന് പഠിപ്പിക്കാൻ 22 ആയത്താണ് ഖുർആനിൽ ഇറക്കിയത്. ഞാനിപ്പോൾ സമയക്കുറവുകൊണ്ട് ഞാനത് മുഴുവൻ ഓതുന്നില്ല. അതിൻ്റെ പ്രസക്തമായ ഭാഗം മാത്രം പറയാണ്. നബി തങ്ങൾ പറയുന്നത് ബുഖാരിയിൽ കാണാം. മൂസാ നബി ഇസ്രായേലി മക്കളോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. സദസ്സിൽ നിന്ന് ഒരാൾ ചോദിച്ചു, ഇന്ന് ഏറ്റവും വലിയ പണ്ഡിതൻ ആരാ? സ്വാഭാവികമായും അന്നത്തെ നബി എന്നുള്ള നിലക്ക് മൂസാ നബി പറഞ്ഞു, ഞാൻ തന്നെ. ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമായില്ല. മൂസാ നബി എന്തെന്ന് മറുപടി പറയേണ്ടിയിരുന്നത് അള്ളാഹു ആലം. എന്നെ പഠിച്ചോ നബിയാക്കി വിട്ടു, ഞാൻ നിങ്ങളോട് പറയുന്നു ഇന്ന് ഏറ്റവും വലിയ ആലിം ആരാന്നൊക്കെ ചോദിച്ചാൽ അള്ളാഹു ആലം എന്ന് പറയേണ്ടതായിരുന്നു. അത് പറയുന്നതിന് പകരം മൂസാ നബി പറഞ്ഞു, ഇന്ന് ഏറ്റവും വലിയ ആലിമ് ഞാൻ തന്നെ ആലിമ്. തെറ്റൊന്നുമില്ല, ഒരു നബി എന്നുള്ള നിലക്ക് പറയാലോ, തെറ്റില്ലല്ലോ. പക്ഷെ അള്ളാഹ്ക്ക് അത് ഇഷ്ടമായില്ല. അള്ളാഹ് പറഞ്ഞു, മൂസ നിങ്ങൾ കുറച്ച് പഠിക്കാണ്ട്. നിങ്ങളെക്കാൾ അറിവുള്ള ഒരാൾ മജ്മഉൽ ബഹ്റൈനിൽ, 2 സമുദ്രങ്ങൾ സംഗമിക്കുന്ന മജ്മഉൽ ബഹ്റൈനിൽ നിങ്ങളെക്കാൾ അറിവുള്ള ഒരാളുണ്ട്. എവിടെ ഈ മജ്മഉൽ ബഹ്റൈൻ? മുഫസ്സിറുകൾ പറയുന്നുണ്ട്, മൊറോക്കോയുടെ അങ്ങേ അറ്റത്തുള്ള ത്വഞ്ച എന്ന് പറയുന്ന മുനമ്പ്. അവിടെ എൻ്റെ ഇഷ്ടദാസന്മാരിൽപ്പെട്ട ഒരാളുണ്ട്, നിങ്ങളെക്കാൾ അറിയുന്ന ആൾ. അവിടെ പോയി കുറച്ച് കിതാബ് ഓതി പഠിക്കണം. മൂസാ നബി അലൈഹി സ്വലാം പോകാൻ തീരുമാനിക്കുകയാണ്. കൂടെ യൂഷ നബി അലൈഹി സ്വലാമിനെയും കൂട്ടിയിട്ട് പോവാണ്. അള്ളാഹ് വഴിയൊക്കെ പറയുന്നുണ്ട്. ഖുർആൻ ഈ 22 ആയത്തിൽ അതൊക്കെ മനോഹരമായിട്ട് വിശദീകരിക്കുന്ന സമയമില്ല. രണ്ടാളും പോയി. ഈ പറയപ്പെട്ട സ്ഥലത്ത് അടയാളം നോക്കി എത്തി. ഫവജദാ അബ്ദം മിൻ ഇബാദിനാ ആതൈനാഹു റഹ്മതം മിൻ ഇൻദിനാ വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമാ. കഹ്ഫിൽ നമ്മൾ ഓതിയില്ലേ? ഇവർ രണ്ടുപേരും കണ്ടെത്തി. അബ്ദം മിൻ ഇബാദിന, നമ്മുടെ അടിമകളിൽപ്പെട്ട ഒരടിമയെ. ആതൈനാഹു റഹ്മതം മിൻ ഇൻദിന, പ്രത്യേകം ആ അടിമയെ നാം അനുഗ്രഹിച്ചിട്ടുണ്ട്. പ്ലസ് വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമാ, ലദുന്നിയായ ഇൽമ് അദ്ദേഹത്തിന് ഞാൻ കൈമാറിയിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ അറിവുകൾ ഞാൻ പഠിപ്പിച്ചു കൊടുത്ത അടിമ അവിടെ എത്തി സലാം പറഞ്ഞു. മൂസാ നബി പറഞ്ഞു, ഞാൻ ഹൽ അത്തബിയുക, ഞാൻ നിങ്ങളെ പിറകെ പോരട്ടെ. മിമ്മാ ഉല്ലിം തറുഷ്ദ, നിങ്ങൾ ഒരുപാട് അറിവും സന്മാർഗ ദീപം കയ്യിലുള്ള ആളല്ലേ, ഞാൻ അറിവ് പഠിക്കാൻ നിങ്ങളെ കൂടെ വരട്ടെ. അപ്പോൾ ഖളിർ നബി പറയാണ് മൂസാ നബിയോട്, ഇന്നക്കലൻ തസ്തതിയ, ആർക്കും അറിയില്ലേ സൂറത്തുൽ കഹ്ഫ്? ഇന്നക്കലൻ തസ്തതിയ മഅയ സബ്റ, ചങ്ങാതിയെ എൻ്റെ കൂടെ ക്ഷമിച്ചു പോരാൻ പറ്റൂല, എൻ്റെ കൂടെ ക്ഷമിച്ചു പോരാൻ പറ്റൂല. അതിന് വിശദീകരണം നബി പറയുന്നത് ബുഖാരിയിൽ കാണാം. ഖാലൽ ഖളിറു യാ മൂസ, ഖളിർ നബി മൂസാ നബിയോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇന്നക അലാ ഇൽമിൻ മിൻ ഇൽമില്ല, മൂസേ നിങ്ങൾക്ക് ചില അറിവൊക്കെ ഉണ്ട്. അല്ലമക്കഹുല്ല, നിങ്ങൾക്ക് ആ അറിവ് അള്ളാഹ് പഠിപ്പിച്ചെന്ന് തന്നെയാണ്. ലാ അലമുഹു, എനിക്കതറിയില്ല. വ ഇന്നി അലാ ഇൽമിൻ മിൻ ഇൽമില്ല, എൻ്റെ ഒരു അറിവുണ്ട് അള്ളാഹ് പഠിപ്പിച്ചെന്ന. അല്ലംനീഹില്ല, എനിക്ക് അള്ളാഹ് പഠിപ്പിച്ചെന്നാ. ലാ തഅലമുഹു, അത് നിങ്ങൾക്കും അറിയില്ല. നിങ്ങളെ കയ്യിലുള്ള അറിവ് എൻ്റെ അടുത്തില്ല, എൻ്റെ അടുക്കലുള്ള അറിവ് നിങ്ങളുടെ അടുത്തില്ല. അതുകൊണ്ട് നമ്മൾ രണ്ടാളും ഒരു വഴിക്ക് പോയാൽ കുടുങ്ങും, എൻ്റെ കൂടെ വരണ്ട, നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റൂല. അപ്പ പറഞ്ഞു, സതജിദുനി ഇൻഷാ അല്ലാഹു സ്വാബിറൻ വലാ അഅ്സി ലക അംറ, ഇൻഷാ അല്ലാഹ് ഞാൻ ക്ഷമിച്ചേക്കാം. അത് റബ്ബാനിയായ ഓർഡർ കൊണ്ട് വന്നതാ കിതാബ് ഓതാനേ. അതുകൊണ്ട് എന്നെ കൂട്ടണം, എന്നെ ഒഴിവാക്കരുതേ, എന്നെ ഒന്ന് കൂടെ കൂട്ടുവാർ. എന്നാ ശരി, ഒരു ഡിമാൻഡ്, ഒരു എഗ്രിമെന്റ്. എന്താ? ഞാൻ എന്ത് ചെയ്താലും പ്രവർത്തിച്ചാലും ചോദ്യം ചെയ്യരുത്. ആ ചെയ്തത് എന്തിനെന്ന് ഞാൻ പിറകെ വിശദീകരിച്ചു തരും, അതുവരെ സബൂറോടെ നിൽക്കണം. പറ്റുമോ? മൂസാ നബി പറഞ്ഞു, പറ്റും, ഇൻഷാ അല്ലാഹ് സബൂറോട് കൂടെ നിൽക്കാം, ഞാൻ ചോദ്യം ചെയ്യൂല. നേരെ അവർ കടൽ തീരത്തേക്ക് പോവാണ്. ആദ്യം അവർ കപ്പൽ കാണുകയാണ്. കപ്പൽ യാത്ര ചെയ്യാൻ വേണ്ടി ഖളിർ അലൈഹി സ്വലാം കയറി, മൂസാ നബിയും കയറി.
നടുക്കടലിലെത്തിയപ്പോൾ കപ്പലിൻ്റെ അടിപ്പലക ഇളക്കുകയാണ് ഖദിർ അലൈഹിസ്സലാം. അതുകൊണ്ട് ഇളക്കാൻ തുടങ്ങിയപ്പോൾ قال أخرقتها لتغرق أهلها لقد جئت شيئا إمرا. ആ അടിപ്പലക ഈ കപ്പൽ പൊളിക്കുകയാണോ? ഇതിലുള്ള ആളുകളൊക്കെ മുങ്ങി ചത്തുപോകൂലേ? ലഖദ് ജിഇത ശൈഅൻ ഇംറാ, അതിഭയാനകമായ അപരാധമല്ലേ ഈ ചെയ്യണേ? മൂസാ നബി ചോദ്യം ചെയ്തു. ഖാല അലം വഖുല്ലക ഇന്നക ലൻ തസ്തതിയ മഅയ സബ്റ. ചങ്ങാതി, ഞാൻ ആദ്യം പറഞ്ഞില്ലേ എൻ്റെ കൂടെ ക്ഷമിച്ചു പോരാൻ പറ്റൂലെന്ന്. എന്തിനാ എന്നെ ചോദ്യം ചെയ്തത്? ചോദ്യം ചെയ്യൂല എന്ന് പറഞ്ഞിട്ടല്ലേ കൂടെ കൂട്ടിയത്. ഞാൻ ഇതിന്റെ അടിപ്പലകെ ഇതിന്റെ എഞ്ചിനോ ഏതും തകർക്കും, ചോദ്യം ചെയ്യാൻ പാടില്ല പറഞ്ഞിട്ടില്ലേ? സോറി, ഞാൻ മറന്നുപോയതാണ്. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. ഇനി ഞാൻ ഒന്നും ചോദ്യം ചെയ്ത് ഒരു മറവിക്കൊരു സോറി, ഒരു ക്ഷമ തരൂലേ, ഒരു മാപ്പ് തരൂലേ? ശരി പോരാ. കപ്പലിറങ്ങിയിട്ട് ഒരു പ്രദേശത്ത് കൂടെ നടക്കുമ്പോൾ കൊച്ചു കുട്ടികൾ കളിക്കുന്നുണ്ട്. ഒരു കുഞ്ഞിനെ പിടിച്ചിട്ട് കഴുത്തറുത്തിട്ടാണ് കൊന്നു. പടച്ചോനെ, മൂസാ നബി ചോദ്യം ചെയ്യുന്നത് ആ ഖുർആനില്. ഒരു പരിശുദ്ധ കുഞ്ഞിനെ കൊല നടത്തുകയോ? അത്യധികം വെറുക്കപ്പെട്ട കടുത്ത അപരാധമല്ലേ താങ്കൾ ചെയ്തത്? മൂസാ നബി ചോദ്യം ചെയ്തു. എടാ ചങ്ങാതിയെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ എൻ്റെ കൂടെ ക്ഷമിച്ചു പോരാൻ പറ്റൂലെന്ന്. ഇപ്പൊ രണ്ടാമതും ചോദ്യം ചെയ്തില്ലേ? ശരിയാട്ടോ, ഇത് ഞാൻ പ്രതികരിച്ചു പോയതാണ്. ഈ പണി എനിക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട്, ഈ കൊലപാതകി അതുകൊണ്ട് പറ്റിപ്പോയി. ഇനി ഞാൻ ചോദ്യം ചെയ്താൽ കൂടെ കൊണ്ടുപോകണ്ട, എന്നെ ഒഴിവാക്കാം. ഒരു ചാൻസും കൂടിയും പ്ലീസ്. പോരാറുണ്ട്. പോയി ഒരു നാട്ടിൽ ഒരു ഗ്രാമത്തിലെത്തി. രണ്ടാൾക്കും വിശക്കുന്നുണ്ട്. ആ നാട്ടിലെ വീട്ടിലെ ആളുകളോട് ചോദിച്ചു, ലേശം വെള്ളം തരുമോ, ഫുഡ് തരുമോ? 10 പൈസൻ്റെ ഒരു ഉപകാരം അവർ ചെയ്തില്ല. വെള്ളം പോലും കൊടുത്തില്ല. ഇവർ വിശന്ന് പൊരിഞ്ഞു നിൽക്കുക. അപ്പൊ ഈ അറുബിഷ്കന്മാരെ വീടിനോട് ചേർന്ന് യുരീദു അൻ യങ്കല്ലഫ അഖാമ, ഭാഗികമായി തകർന്നൊരു മതിലുണ്ട്. ഖദിർ നബി അലൈഹി സ്വലാം വീട് ആ മതിലിങ്ങനെ പണിത് റെഡിയാക്കി ഉറപ്പോട് കൂടെ പണിത് കൊടുത്ത്. മൂസാ നബി പറഞ്ഞു, ഈ അർക്കീസ് പിഷ്കന്മാർക്ക് എന്തിനാണ് ഈ തൊഴിൽ ചെയ്തത്? ലൗ ശിഅത ലത്തഖത അലൈഹി അജ്റ, വേണമെങ്കിൽ കൂലി ചോദിച്ചോ. ഇവരേതായാലും ഫുഡൊന്നും തന്നിട്ടില്ലല്ലോ, ഈ പണിതയിനുള്ള കൂലി ചോദിച്ചോ. അപ്പോ ഖദിർ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഖാല ഹാദാ ഫിറാഖു ബൈനി വ ബൈനിക, ഇനി നമ്മൾ 2 റൂട്ടിലേ പോകാൻ പറ്റുള്ളൂ, ഒരു റൂട്ടിൽ പറ്റൂല. സഉനബ്ബിഉക ബിതഅ്വീലി മാ ലൻ തസ്തതി അലൈഹി സബ്റ, നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റാത്ത കാര്യത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞുതരാ. എന്നിട്ട് പിന്നെ അതാ പറയുന്നത്, അമ്മസ്സഫീന കാനത് ലിമസാകീന യഅമലൂന ഫിൽ ബഹർ ഫഅറദ്തു അൻ നഈബഹാ വകാന വറാഅഹും മലികുൻ യഅഖുദു കുല്ല സഫീനത്തിൻ വസ്ബാ. ആ കപ്പൽ എന്തെന്നറിയോ? പാവം ദരിദ്രന്മാരെ കപ്പലാണ്, പച്ചപ്പാവങ്ങൾ. അപ്പുറത്തൊരു കൊള്ളക്കാരൻ രാജാവുണ്ട്, നല്ല കപ്പലൊക്കെ കൊള്ളയടിക്കാൻ നിൽക്കണേ. അപ്പം ഇതിൻ്റെ പലകെന്ന് ഇളക്കി ഡാമേജ് ആക്കിയാൽ ഈ സാധുക്കളെ കപ്പൽ ആ കൊള്ള തലവനായ രാജാവ് പിടിക്കൂല. അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണ്. അവർ മുങ്ങി ചത്തിട്ടൊന്നുമില്ല, കപ്പലൊന്ന് ഡാമേജ് ആക്കിയിട്ടുള്ളൂ. ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ സ്വാലിഹീങ്ങളിൽപ്പെട്ടവരാണ്. ഈ കുഞ്ഞോ അങ്ങേയറ്റം വൃത്തികെട്ടവനായി അതിക്രൂരനായി വളർന്നു വരുന്ന കുഞ്ഞാൻ. അതാ നാടിനും വീടിനും ഭീഷണിയാകും. റബ്ബാനിയായ അറിവ് കിട്ടി ആ കുഞ്ഞിനെ കൊന്നുകളയാൻ. പടച്ചോനെ, ഏത് കുഞ്ഞിനും കൊന്നൂടെ? ഒരു ആക്സിഡന്റ്, പലസ്തീനിലെ മക്കള്. റബ്ബിന് അതിലൊന്നും വിധിയില്ലേ? റബ്ബിനൊന്നും ഇടപെടലില്ലേ? അള്ളാഹ്ക്ക് എന്തു ആകാലോ? ഹക്കീമായ റബ്ബിന് എന്താ പറ്റാത്തത്? അതുകൊണ്ട് റബ്ബിൽ നിന്നുള്ള ഓർഡർ പ്രകാരം ഞാൻ കൊന്നത്. ആ കുഞ്ഞ് കാരണം ആ കുടുംബം നശിക്കും, നാട് നശിക്കും എന്നതുകൊണ്ട്. വഅമ്മൽ ജിദാറു ഫകാനത് لغلامين يتيمين في المدينة وكان تحته كنز لهما وكان أبوهما صالحا. ആ പിഷ്കന്മാർക്ക് മതിലെട്ടി കൊടുത്താൽ എന്താ അറിയോ? പൂർവീക പിതാക്കളിൽപ്പെട്ട ഒരു സ്വാലിഹായ മനുഷ്യന് മരിക്കുന്നതിൻ്റെ മുമ്പ് അദ്ദേഹത്തിൻ്റെ നിക്ഷേപമൊക്കെ സ്വർണത്തിൻ്റെ ഉരുപ്പടികളാക്കിയിട്ട് നാട്ടിലൊരു മതിലിൻ്റെ താഴെ കുഴിച്ചിട്ടു. എന്നിട്ട് അള്ളാഹിനോട് ദ്വാരുന്നു, പടച്ചോനെ, എൻ്റെ 7ാം തലമുറയിൽ വരുന്ന സന്താന പരമ്പരയിൽ 2 സ്വാലിഹീങ്ങളായ കുട്ടികൾ, യതീമീങ്ങൾ വരും അല്ലാ. ഇത് മകൻ്റെ 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 മക്കളിൽ 7ാം തലമുറയിൽ സ്വാലിഹീങ്ങളായ 2 യതീമീങ്ങൾ വരും. അവർക്ക് ഇത് കിട്ടണം, ഈ നിധി, ഈ സ്വർണത്തിൻ്റെ ഉരുപ്പടികൾ. അതിന് മുമ്പ് വരുന്ന എൻ്റെ മക്കളൊക്കെ ക്രൂരന്മാരും തോന്നിയാസികളായിരിക്കും, അവർക്ക് കിട്ടരുത്. അതുവരെ നീ ഇത് സംരക്ഷിക്കണം ദ്വാരന്ന് പോയിട്ടുണ്ട്.
ആ മക്കൾ ഇവിടെ ഓൾറെഡി ലൈവിൽ എത്തിയിട്ടില്ല. ഏത് മക്കൾ? യതീമീങ്ങളായ സ്വാലിഹീങ്ങളായ 2 മക്കൾ എത്തിയിട്ടില്ല. ഇത് പകുതി ഇച്ചിരി കൂടി പൊളിഞ്ഞാൽ ഈ അക്രമികൾ കൈക്കലാക്കും. അതുകൊണ്ട് ആ മക്കൾ എത്തുന്നത് വരെ ഈ മതിൽ പണിത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ 7ാമത്തെ പിതാമഹൻ തൻ്റെ സന്താന പരമ്പരയിൽ 7ാം ലെവലിൽ വരുന്ന മക്കളിൽ ആരൊക്കെ ജനിക്കും എന്നുള്ളത് അയാൾ അറിഞ്ഞു. അദ്ദേഹം നബിയാണോ? സ്വാലിഹ് എന്നാ ഖുർആൻ പറഞ്ഞത്. 4 കാറ്റഗറിയിൽ 4ാം കാറ്റഗറി മിനൻ നബിയീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ. നബിയല്ല ഇദ്ദേഹം, സുദ്ദീഖല്ല ഇദ്ദേഹം, ഷഹീദല്ല ഇദ്ദേഹം. വക്കാന അബൂഹുമ സ്വാലിഹ. ഈ സ്വാലിഹായ തന്ത അറിഞ്ഞു എന്ന് അള്ളയാണ് ഇപ്പം ഈ പറയണത്. ഇതിലൊന്നും ബന്ധമില്ലാത്ത ഖിളിർ അലൈഹിസ്സലാം അറിഞ്ഞു എന്ന് പരിശുദ്ധ ഖുർആൻ. എന്തിനാണ് ഈ 22 ആയത്ത് അള്ളാഹു അവതരിപ്പിച്ചത്? അമ്പിയാ ഉലിയാക്കളെ എടോ, നിന്റെ ഈ കൊച്ചു ബുദ്ധി കൊണ്ട് നീ അളക്കാൻ നിൽക്കല്ലേ. അവർ ഇലാഹിയായി സംസാരിക്കുന്നവരാണ്, ഇലാഹിയായ പ്രതിഭാസത്തിലും പവറിലും ജീവിക്കുന്നവരാണ്. നിന്റെ പൊട്ട ബുദ്ധി കൊണ്ട് അവരെ വിലയിരുത്തിയാൽ നീ പൊട്ടിപ്പോകും പൊട്ട എന്ന് പഠിപ്പിക്കാനാണ്. ഇതാണ് ഇതിൻ്റെ മെസ്സേജ്. സമയം അതിക്രമിച്ചു പോയി. ഇൻഷാ അല്ലാഹ് നീട്ടി പറയുന്നില്ല. അടുത്ത ആഴ്ചയോടുകൂടെ ഈ മാല വിഷയം അവസാനിപ്പിക്കുകയാണ്. പലർക്കും വയറുവേദന ഉണ്ട് ഇതൊന്ന് നിന്ന് കിട്ടാൻ. അധികം വയറുവേദന ആണ്ട് അടുത്ത ആഴ്ചയോടുകൂടി നമുക്ക് നിർത്താം. പ്രധാനപ്പെട്ട ചില മെസ്സേജുകൾ കൂടി കൈമാറിയിട്ട് അടുത്ത വിഷയത്തിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് കടക്കാം. ഞാൻ എന്തെങ്കിലും പൊട്ടക്കഥയോ ഏതെങ്കിലും വാറോലകളോ ഏതെങ്കിലും കെട്ടുകഥകളോ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അള്ളാഹു സാക്ഷി. ഞാൻ ഈ പറഞ്ഞതില്ല എന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്നോളൂ. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് തീരുമാനമാക്കാന്ന്. പിന്നെ ക്ലിപ്പിംഗ് വില്ലന്മാർ അതങ്ങനെ നടത്തിക്കോട്ടെ, അവരെ പണി അന്നും ഉണ്ട് ഇവിടെ നടക്കണം. മൂവാറ്റുപുഴയിൽ ക്ലിപ്പിംഗ് വില്ലന്മാർ കബളിപ്പിക്കുക, നടത്തിക്കോട്ടെ, അവരെ പണിയാണ്. ഇന്ത്യ രാജ്യമല്ലേ, ആരോ ചോദ്യം ചെയ്യാനും കശപിശുണ്ടാക്കാനും പോണ്ട. അവർ ഭംഗിയായിട്ട് നടത്തിക്കോട്ടെ, അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. എൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം വെച്ചിട്ട് ദുർവ്യാഖ്യ അത് ചെയ്തോട്ടെ. നമുക്ക് ദീന് പറയാൻ നമ്മുടെ ഈമാൻ ക്ലിയർ ആകണം. അള്ളാഹു നമ്മുടെ ഈമാൻ ക്ലിയർ ആക്കി തരുമാറാകട്ടെ. അള്ളാഹിൻ്റെ റസൂൽ ഏതൊരാദർശമാണോ പഠിപ്പിച്ചത്, പകർന്ന് തന്നത്, അത് കുറ്റമറ്റ വിധത്തിൽ ഉൾക്കൊള്ളാനും വിശ്വസിക്കാനും അതിലൂടെ ജീവിക്കാനും പടച്ച തമ്പുരാനെ നീ ഞങ്ങളെ സഹായിക്കണമേ റഹ്മാനേ.